ചൈനയെ വെറുതെ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനുമുള്ള ഒരു പാർട്ട്ണർ, ഒരു മാർക്കറ്റ് പാർട്ട്ണർ ആയിട്ട് മാത്രം കാണാതെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിട്ട് നമ്മൾ ഇനി കാണണം എന്നാണ് ഈ ഗാലിബാഫ് ഇറാന്റെ ചേംബർ ഓഫ് കൊമേഴ്സിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയില് വേറൊരു സഖ്യം രൂപപ്പെട്ടു വരുന്ന, അല്ലെങ്കിൽ വേറൊരു സഖ്യം രൂപപ്പെടാനുള്ള ചില സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് ഇറാന് നേരെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഒരു വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആ റീജിയനിലുണ്ട്. അത് ഒന്നാമത്തത് അമേരിക്കയും രണ്ടാമത്തെ പാർട്ട്ണർ ആയിട്ട് വരുന്നത് UAE ആണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ മേലെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോ അതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് UAEയും കൂടെ ഇറാനെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാന് ഇതുപോലൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചൈന അവരുടെ പാർട്ട്ണർ ആണെന്ന് പറയെങ്കിലും അത് ആക്ച്വലി ഒരു എക്കണോമിക്കൽ പാർട്ട്ണർ ആണ്. അതായത് ഈ പറയുന്ന രീതിയിൽ എണ്ണ അങ്ങോട്ട് വിൽക്കുന്നു, അവിടെ നിന്നുള്ള കാശ് ഇങ്ങോട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ ഡ്രോണിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ അതിലുപരിയായിട്ട് ഈ വാർ നടന്ന സമയത്ത് അമേരിക്കൻ കേന്ദ്രങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജും അതേപോലെ തന്നെ പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റും അതേപോലെ തന്നെ ഇൻഫർമേഷൻസും യഥാർത്ഥത്തിൽ ഇറാന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചൈനയാണെന്നാണ് പറഞ്ഞത്. ചൈനയുടെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇത്ര അധികം ചെറുത്തുനിൽപ്പ് നടത്തിയെന്നുള്ളതും കൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പോ ഇതിന്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഗാലിബാഫ് പറയുന്നത് ഈ പറയുന്ന മിലിറ്ററി എന്താണ് പറയാ സഹകരണം, അതേപോലെ തന്നെ ടെക്നോളജി എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ വരുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് യഥാർത്ഥത്തിൽ ചൈനയുമായിട്ട് ഇറാൻ ഉണ്ടാക്കണം എന്നാ പറയുന്നത്. അപ്പൊ ചൈനയുമായിട്ട് ഇതുപോലത്തെ പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരികയും റഷ്യ ആയിട്ട് ഇതുപോലത്തെ പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ചൈന, ഇറാൻ, പാകിസ്ഥാൻ, റഷ്യ പോലെയുള്ള ഒരു അച്ചുതണ്ട് യഥാർത്ഥത്തിൽ അവിടെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോ അമേരിക്കക്ക് ഒരു ബദൽ മാർഗം സൃഷ്ടിക്കുക, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കോണമിയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് അലൈൻ സ്ഥാപിക്കുക, ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു തരത്തിലോട്ട് ഇറാൻ മാറുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തില് ട്രംപ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കരാറ് പിന്തുടർന്നില്ല എങ്കിൽ, നേരാവണ്ണം ഫോളോ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ തലക്ക് മുകളിൽ ബോംബിടുന്നു പറഞ്ഞ പോലെ ഇറാന്റെ തലക്ക് മുകളിൽ ബോംബിടാൻ ട്രംപ് വരുമ്പോ ഇറാന്റെ കൂടെയുള്ളത് ആരൊക്കെയാണെന്ന് നോക്കുന്ന രീതിയിലേക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതും ഗാലിബാഫിന്റെ ഈ ഒരു കാര്യത്തിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇറാനും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻ ആയിട്ട് നടക്കുന്നത് എണ്ണയിലാണ്. അതായത് ഇറാനിൽ നിന്നുള്ള ഉപരോധം നിലനിൽക്കുന്ന ഇറാന്റെ എണ്ണ ചൈനക്ക് കൊടുക്കുകയും ചൈന ആ എണ്ണ വാങ്ങി അതിന്റെ കാശ് ചൈനയിലുള്ള ഒരു ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയും ആ ബാങ്കിൽ നിന്നും കാശെടുത്ത് ഇറാന് വേണ്ട പ്രൊഡക്റ്റുകൾ ചൈനയുടെ മാർക്കറ്റിൽ നിന്നും ഇറാന് വാങ്ങുകയും ഈ പറയുന്ന ടെഹ്റാനിലോട്ട് അല്ലെങ്കിൽ ഇറാനിലോട്ട് എത്തിക്കുകയും ചെയ്യുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം പോരാ, ടെക്നോളജിയുടെ എക്സ്ചേഞ്ച്, അതായത് ഇസ്രായേലിന്റെയും ഒക്കെ ആന്റി മിസൈൽ സംവിധാനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള റഡാറുകളാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള മിസൈലുകളാണെന്നുണ്ടെങ്കിലും എയർക്രാഫ്റ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ചൈനയുടെ പക്കലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചൈനയുടെ സിസ്റ്റം എന്ന് പറയുന്നു. പക്ഷെ ആ ചൈനയുടെ സിസ്റ്റം എത്രത്തോളം പര്യാപ്തമായിരുന്നു എന്നുള്ളത് ഇന്ത്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് കാണിച്ചു കൊടുക്കും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയൊക്കെ കയ്യിലുള്ള ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ളത് ചൈന നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാ. അപ്പോ അവിടെ നിന്നും അത്തരത്തിലുള്ള എക്യുപ്മെന്റ് വാങ്ങുന്നതിന് പകരം അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫറിലൂടെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇറാനിൽ ഇത് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടിയും കൂടെ യഥാർത്ഥത്തിൽ ഇറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇറാന്റെ മേലെ ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് ഓൾറെഡി ലോക എക്കണോമിയെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അണുവായുധത്തിനേക്കാൾ വലിയൊരു ആയുധം ഇറാന്റെ പക്കലുണ്ട്. അത് ഹോർമൂസ് ആണ്.
അപ്പൊ അതുപോലെ തന്നെ ഇറാന്റെ കൂടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എക്കണോമി കൂടെ ഇറാന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോ ഇറാനെ അടിക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ മേലെ കുതിര കയറാൻ വരുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ട അവസ്ഥയിലോട്ട് ഈ പറയുന്ന ഇറാന്റെ ശത്രുക്കൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ പറയുന്ന UAE അടക്കമുള്ള, അമേരിക്ക അടക്കമുള്ള, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഒരു അലയൻസ്, അതായത് ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഇന്ത്യയും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള റഷ്യയും തമ്മിൽ പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള അലയൻസ്, അതായത് അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കാൻ ഈ പറയുന്ന പടക്കപ്പലായിട്ട് വരുന്ന സമയത്ത് അന്നത്തെ ഈ ഒരു ഡീല് പ്രകാരമാണ് അന്ന് യഥാർത്ഥത്തിൽ റഷ്യയുടെ ഒരു സബ്മറൈൻ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ചെയ്യല്ല, സബ്മറൈന്റെ പ്രസൻസ് അവിടെ ഉണ്ടാക്കി. ആ സബ്മറൈന്റെ പ്രസൻസ് കണ്ടപ്പോ അമേരിക്ക പിൻവാങ്ങി പോവാണ് ചെയ്തത്. അപ്പൊ അതുപോലത്തെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ യഥാർത്ഥത്തിൽ ഇറാൻ ഇല്ല എന്നുള്ളതും ഇറാന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഈ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഇറാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ പാർട്ട്ണർ എന്ന് പറയുന്നത് ചൈനയാണെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പുതിയ തരത്തിലുള്ള ടോക്കുകളോ പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ചർച്ചകളോ ഇറാന് ചൈനയുമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവര് തമ്മിൽ ഡിപ്ലോമസി നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ബിൽഡപ്പിലോട്ട് യഥാർത്ഥത്തിൽ ചൈനക്ക് വരാനും ഈസിയാണെന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സഖ്യം രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കും ഇതൊരു പ്രശ്നമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറാൻ, പാകിസ്ഥാൻ, അതേപോലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ വഴി ഇറാനിലോട്ട് ഈ പറയുന്ന ചൈനയിലോട്ട് കരമാർഗത്തിലുള്ള റൂട്ട് യഥാർത്ഥത്തിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ റൂട്ടും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഈ പറയുന്ന ചൈനക്ക് കിട്ടാൻ പോകുന്ന അപ്രമാദിത്യവും യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സുഖകരമായിട്ടുള്ള ഒരു സംഗതിയല്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടെ ഇസ്രായേലിനെയും അമേരിക്കയും ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രംപ് അടിക്കുന്ന സമയത്ത് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ അടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ ഇറാന്റെ കൂടെ വേണം എന്നുള്ളത് ഇറാൻ മനസ്സിലാക്കുകയും അടുത്തതായിട്ട് അതിനുള്ള കരുക്കൾ നീക്കാൻ പോവുകയാണ് എന്നുകൂടിയാണ് ഈ ഗാലിബാഫിന്റെ ഈ പറയുന്ന പ്രസ്താവനയിലൂടെയും എക്സ്പോസിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്.